ഇരുളിൽ അലയും നരരെ തേടി തരയിൽ വന്നവനേ, കരകൾ പാപക്കരകൾ കഴുകും. ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 23-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: പിന്നെ യേശു ഗലീലയിൽ ഒക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനത്തിലുള്ള സകല ദീനത്തെയും വ്യാധിയെയും സൗഖ്യമാക്കുകയും ചെയ്തു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിലെ ചില സവിശേഷതകൾ ഈ വാക്യത്തിൽ നാം വായിക്കുന്നു. അവൻ രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു കൊണ്ടിരുന്നു. സുവിശേഷം എന്നാൽ നല്ല വാർത്ത എന്നാണ്. സുവിശേഷത്തിൻ്റെ അടിസ്ഥാനം കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ ചെയ്ത പ്രവൃത്തിയാണ്. അവൻ സർവ്വമാനവരാശിക്കും വേണ്ടി ക്രൂശിൽ യാഗമാക്കപ്പെട്ടു. 3-ാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. അവനിലുള്ള വിശ്വാസത്താൽ പാപത്തിൻ്റെ ഫലത്തിൽ നിന്നും പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നും മനുഷ്യൻ വിടുവിക്കപ്പെടുന്നു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചു. എന്നാൽ വിശ്വാസത്തിലൂടെ മാത്രമേ ഈ രക്ഷ, അതായത് നിത്യജീവൻ നമുക്ക് ലഭിക്കൂ. ഒരുവൻ യേശുവിൽ വിശ്വസിച്ചാൽ അവൻ നശിച്ചു പോകുകയില്ല, അവന് നിത്യജീവൻ ലഭിക്കും. ഒരുവൻ വിശ്വസിക്കുന്നില്ല എങ്കിൽ അവൻ നശിച്ചു പോകും. നശിച്ചു പോകുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെടും, നരകത്തിൽ എന്നേക്കുമായി വീഴും. നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ഇടയായി തീരട്ടെ. ദൈവം നിങ്ങളെ അതിനായി സഹായിക്കട്ടെ.